നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. വാഴയില ഉപയോഗിച്ച് നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ സാധാരണ നമ്മൾ അട ഉണ്ടാക്കാറുണ്ട്, ഇഡലി ഉണ്ടാക്കാറുണ്ട് വാഴയില ഉപയോഗിച്ച്. അപ്പോൾ നമുക്ക് പുട്ടും ഉണ്ടാക്കിയെടുക്കാം. അത് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള മെമ്പേഴ്സിനെ എല്ലാവർക്കും ചേർത്ത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എങ്ങനെയാണോ അത് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണെന്ന് കാണാം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് വാഴയില പുട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ സാധാരണ നമ്മൾ പുട്ടിന് മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ വാഴയില ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. സാധാരണ മാവ് കുഴയ്ക്കുന്നത് പോലെ മാവ് കുഴച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയും വേണം. ഇപ്പം മാവിൽ ജീരകം വേണമെങ്കിൽ ചേർക്കാം. ഇപ്പം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. നമ്മൾ ഉപ്പ് ഇട്ട് വെറുതെ സാധാരണ പച്ചവെള്ളം ഒഴിച്ച് കുഴച്ചെടുത്ത മാവാണ്. ഇനി നമുക്ക് ഈ ഇല എങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഷേപ്പിന് ഒരുപാട് നീളമില്ലാതെ ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് ചെറുതായി ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഒന്നിങ്ങനെ മടക്കി എടുക്കാം. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പായി, നമ്മുടെ പുട്ടുകുഴലിൻ്റെ ഷേപ്പായി. എന്നിട്ട് ഇവിടെ ഒരു ഇറുക്കിലോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇറുക്കിന് പകരം ഞാൻ കറിവേപ്പിലയുടെ തണ്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ ഒരു ഷേപ്പിന് നമുക്ക് എടുക്കാം. ാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 4, 5, 6 ഒക്കെ ഇവിടെ വയ്ക്കാൻ സാധിക്കും. ഇഡലി പാത്രം വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഓൾറെഡി 4 ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ സാധാരണ പുട്ടിന് നിറയ്ക്കുന്നത് പോലെ നിറയ്ക്കാം. ആദ്യം തേങ്ങയിടാം. നമ്മൾ അതിൻ്റെ ഷേപ്പ് ഒന്ന് ഇങ്ങനെ മറ്റേ കൈ കൊണ്ട് ഒന്ന് പിടിച്ചതിന് ശേഷം വെച്ച് കൊടുത്താൽ അതിൻ്റെ ഷേപ്പ് നിൽക്കും. വീണ്ടും തേങ്ങയിടാം. കൈ കൊണ്ട് ഇങ്ങനെ നമ്മളൊന്ന് പിടിച്ചിരുന്നാൽ അതിൻ്റെ ആ ഷേപ്പ് നമുക്ക് കിട്ടും. ഇതുപോലെ നമുക്ക് ഈ 4 ബാക്കിയുള്ളതും ഇതുപോലെ. അപ്പോൾ നമ്മൾ മാവ് എല്ലാ ഈ വാഴയിലയിലും പുട്ടിൻ്റെ മാവ് സാധാരണ നമ്മൾ പുട്ടിന് നിറയ്ക്കും പോലെ തേങ്ങയും മാവുമായിട്ട് നിറച്ചെടുത്തു. ഇനി നമുക്കിത് സ്റ്റീം ചെയ്ത് എടുക്കാം. ഈ പുട്ട് സ്റ്റീമറിലാണ് വെച്ചത്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വെന്തതിന് ശേഷം നോക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവി ഒന്ന് പോയതിന് ശേഷം പതുക്കെ സൂക്ഷിച്ച് എടുത്ത് മാറ്റാം. നല്ല ചൂടുണ്ട്, കെയർഫുള്ളായി എടുക്കാം. അപ്പോൾ നമ്മുടെ വാഴയില പുട്ടൂടെ റെഡിയായി. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മെമ്പേഴ്സ് 3-4 പേര് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും
ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പുട്ട് കുറ്റിയാണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്നേ പറ്റുകയുള്ളൂ. ഇതിപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് ഈ 4 എണ്ണം ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.